ഏലിയായിൽ കത്തിജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ, ഏലീശായിക്കിരട്ടിയേകിയ പരിശുദ്ധാത്മാവേ, ഏലിയായിൽ ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ദൈവത്തിൻ്റെ ശക്തമായ സംരക്ഷണം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന് പകർന്നു നൽകുന്ന ഒരു അഭിഷേക വചനം. നാം ആയിരിക്കുന്ന ജീവിത മേഖലകളിൽ, നമ്മുടെ ഭവനത്തിന് ചുറ്റും, നമ്മുടെ ജോലി മേഖലകളിൽ പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണം നമ്മളെ പൊതിഞ്ഞ് കാത്തുപരിപാലിക്കുന്ന അതിശക്തമായ ഒരു വചനം. സക്രിയ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 8-ാം തിരുവചനം. ആരും കയറിയിറങ്ങി നടക്കാതിരിക്കുവാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല. എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ടായിരിക്കും. അതിശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണ വചനം. ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് സംരക്ഷിക്കും. പ്രിയമുള്ളവരെ, പഴയ നിയമ ജനതയെ, ഇസ്രായേൽ സമൂഹത്തെ ഇതാ പാളയമടിച്ച് സംരക്ഷിച്ച ദൈവത്തിൻ്റെ സാന്നിധ്യം പുതിയ നിയമ ജനതയായ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഭവനം, അതായത് പരിശുദ്ധാത്മാവ് കുടികൊള്ളുന്ന ആലയം. അപ്പോൾ എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ഭവനമാണ്. ഞാനാകുന്ന എൻ്റെ ശരീരമാകുന്ന ഭവനത്തിൽ ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം, പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണം ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ അവയെ അതിജീവിക്കുവാൻ ഒരു മർദ്ദകനും ഇനി അവനെ കീഴടക്കില്ല എന്ന് പറഞ്ഞാൽ, ഒരു തിന്മയുടെ ബന്ധനം, ഒരസ്വസ്ഥത, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നിലകൊള്ളുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തെ ഒരിക്കലും തകർക്കുവാനായിട്ട് ആർക്കും സാധിക്കുകയില്ല. കാരണം തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ സമൂഹമാണ്, തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ ഇസ്രായേലാണ് ഞാനും നിങ്ങളും. പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ സംരക്ഷണം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഒരു തിന്മയും ഒരനർത്ഥവും നമ്മുടെ ജീവിതത്തെ ഇനി തകർക്കുകയില്ല. ദൈവമേ, പരിശുദ്ധാത്മാവിൻ്റെ ഈ സംരക്ഷണ വചനത്താൽ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിന്, ഞങ്ങളുടെ കുടുംബത്തിന്, ഞങ്ങളുടെ ജീവിത മേഖലകൾക്ക് സംരക്ഷണം നൽകണമേ. കരങ്ങൾ കൂപ്പി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ, ഞങ്ങളായിരിക്കുന്ന ജീവിത മേഖലകളിൽ അങ്ങയുടെ ശക്തമായ സംരക്ഷണം അനുഭവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഒരു തിന്മയും ഞങ്ങളുടെ ജീവിതത്തെ ഒരിക്കലും തകർക്കുവാൻ ഇടവരുത്തരുത്. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ പൊതിയുന്ന ആശീർവാദ സംരക്ഷണത്താൽ ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും